അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പേര് ഡ്യൂക്കുമായിട്ട് വന്ന ഡെലിവറി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസ്ക് വെച്ചുകൊണ്ട് പറയുന്ന അത്ര ഒന്നും ക്ലിയറായിട്ട് കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. അതായത് ഇവിടെ വേറെ ആരുമില്ല, ജസ്റ്റ് ഒന്ന് അയച്ചേക്കാം. ഡ്യൂക്ക് റൈഡറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളൊക്കെ മുമ്പുള്ള ഒരു പരാതിയായിരുന്നു ഞാൻ മുറിയിൽ തന്നെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടുള്ളത്. വേറൊന്നുമല്ല, ആ ടൈമൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. പിന്നെ കുറച്ച് സമയം മുമ്പൊരിക്കൽ വീഡിയോ ചെയ്തപ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു. എന്താ പറയുക, കാട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ കാട്ടിലൊന്നുമല്ല, ഏകദേശം റോഡ് സൈഡൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഒരു മണിയായിട്ടുണ്ടാവും. നല്ല വെയിലും കാര്യങ്ങളും ചൂടൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് വന്ന്, അകത്താണെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ ചോദിച്ചു, പുറത്തു വന്ന് നിന്നു. അപ്പോൾ 74 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനും കുറച്ച് KTM ഫാൻസും കുറച്ച് KTM റൈഡേഴ്സുമാണ് ഈ ഒരു ചാനലുള്ളത്. അപ്പോൾ നിങ്ങൾക്കും വരാമെങ്കിൽ നിങ്ങൾക്കും വരാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. ഒന്നല്ല, ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു. അത് 2 കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെൻ ഡ്രൈവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് എന്തിനാണെന്ന് വെച്ചാൽ PK ടെക് എന്ന് പറയുന്ന നമ്മുടെ ടെക് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഹെഡ്ഫോണിനെ കുറിച്ചിട്ട് കുറച്ച് നല്ല ഒരു ബ്രാൻഡായിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയൊക്കെ, കുറച്ചല്ല നല്ലൊരു ക്വാളിറ്റിയൊക്കെ തരുന്ന വാല്യൂഡ് ഫോർ മണി ആയിട്ടുള്ള ഹെഡ്ഫോണും അതുപോലെ തന്നെ കുറച്ച് ഹെഡ്സെറ്റും വേറെ കുറച്ച് ഗാഡ്ജറ്റ്സും ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ, അപ്പോൾ അതൊക്കെ എന്തിനാ ഈ ചാനലിൽ ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. അത് കാരണമുണ്ട്. കൊണ്ടു തന്നത് ഒരു KTM റൈഡറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പേര് ഡ്യൂക്കുമായിട്ട് വന്ന ഡെലിവറി. അപ്പോൾ ഡെലിവറി ബോയ് ഉപയോഗിച്ചിരുന്ന വണ്ടി ഡ്യൂക്ക് 125 ആണ്. അപ്പോൾ എനിക്ക് പെൻ ഡ്രൈവ്, നമ്മുടെ ആദ്യത്തെ ഓർഡർ ചെയ്ത പെൻ ഡ്രൈവ് കൊണ്ട് തന്നു. പെൻ ഡ്രൈവ് എന്തിനാണെന്ന് വെച്ചാൽ കുറേയേറെ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴുള്ള ഫോണിൽ അതൊന്നും കാര്യങ്ങളൊന്നും താങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പെൻ ഡ്രൈവ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു പെൻ ഡ്രൈവാണ് ഈ ഒരു പെൻ ഡ്രൈവ്. അപ്പോൾ ഈ ഒരു പെൻ ഡ്രൈവ് വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു പെൻ ഡ്രൈവ് 400 രൂപയുടെ ഒരു പെൻ ഡ്രൈവാണ്. HPD ഒക്കെ 400 രൂപയൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു സാൻഡിസ്കിൻ്റെ ഒരു പെൻ ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സാൻഡിസ്കിൻ്റെ ഈ ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്തു. ഒന്നും കൂടി വാങ്ങിച്ചു. അപ്പോൾ അത് 2GB 4GB അങ്ങനെയാണ്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനൊരു 32GB ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് കൊണ്ടു തന്നു. അപ്പോൾ രണ്ടാമത് ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഹെഡ്ഫോൺ, നമ്മുടെ ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അതൊരു ലൈഡിയിലായിരുന്നു. ഒരു 600 രൂപയുടെ ഒരു സാധനം, ഒരു ഹെഡ്ഫോണ്. എനിക്ക് അത് 200 രൂപയ്ക്ക് കിട്ടി. ലൈഡിയിൽ രാവിലെ 6 മണിക്കാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പോൾ അതേ ലൈഡിയിൽ 2 കളറ് അതേ ഒരു കമ്പനിയുടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ ഒരു ബ്ലാക്കാണ് നോക്കിയത്. ബ്ലാക്ക് എനിക്ക് ഡീലിൻ്റെ സമയം കഴിഞ്ഞു. പെട്ടെന്ന് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഡൗട്ട് തോന്നി, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടാമത്തെ ഹെഡ്സെറ്റ് ഒരു ചുവന്ന കളറായിട്ടുള്ളതായിരുന്നു, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഹെഡ്സെറ്റ് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അതും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ അത് ലൈറ്റ് ഡീലായിരുന്നു. ആ ഒരു പ്രൈസ് പറഞ്ഞുകൊണ്ടും ലിമിറ്റഡ് സ്റ്റോക്കും ഉള്ളതൊക്കെ കൊണ്ട് അത്ര എന്താ പറയുക, നല്ല ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊക്കെ ആ ലൈറ്റ് ഡീൽ തീർന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ബ്ലാക്കിൻ്റെ. പിന്നെ ആ ഒരു റെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ആമസോൺ e-commerce ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി. ആ 200 രൂപ അത് 200 രൂപ ആ ഒരു ഇതിൻ്റെ ലൈറ്റ് ഡീൽ കാരണം എനിക്ക് ആ 500-600 രൂപയുടെ ഹെഡ്സെറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ 250 രൂപ ഡെലിവറി ഒക്കെ കൂടി 250 രൂപക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഷിപ്പിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഔട്ട് ഫോർ ഡെലിവറി ആയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കണ്ണൂർ ഇറക്കിക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഒക്കെ സ്ഥലമായി ഇരിട്ടിയിലെത്തി നോക്കിയപ്പോൾ നല്ല കൈവേനയുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇരിട്ടിയിലെത്തി നോക്കിയപ്പോൾ
കീഴൂക്കുന്ന് പറയുന്ന അടുത്താണ് ആ ഒരു കൊറിയറിൻ്റെ ഓഫീസ് ഉള്ളത്. ഒരു 2 നില ബിൽഡിങ്. എനിക്ക് ബിൽഡിംഗ് ഒക്കെ അറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ ഡെലിവറീൻ്റെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡെലിവറി ബോയൊക്കെ നമ്പറും കാര്യങ്ങളും കൊറിയർ ഓഫീസൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇങ്ങനെ വൈകിയപ്പോൾ അന്ന് പെൻ ഡ്രൈവ് കൊണ്ടുത്തന്ന അവനെ തന്നെ ഞാൻ വിളിച്ചു, നമ്മുടെ ഡെലിവറി ബോയിനെ വിളിച്ചു. അപ്പോൾ നമ്മുടെ ഡ്യൂക്കായിട്ട് വന്ന ഡെലിവറി ബോയിനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് ഡെലിവറി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല, എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ പുള്ളിക്കാരനെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരനെ കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ വരാനുള്ള പ്രശ്നം എന്താണ്, കാരണം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ അതിലെന്തോ സ്കാൻ ആവാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, സ്കാൻ ആവുന്നില്ല. അപ്പോൾ ഇതേ കൊറിയർ കമ്പനിയിൽ തന്നെ എൻ്റെ ഒരു നോട്ട് 9 8 ഡ്യുവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഏകദേശം അടിച്ചു പോകാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ ഫോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെയിലുകളൊക്കെ കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ഒക്കെ കൂത്തുപറമ്പ് വരെ വന്നു, കണ്ണൂർ കൂത്തുപറമ്പ് വരെ വന്നു. കൂത്തുപറമ്പ് എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട്. കൂത്തുപറമ്പ് വരെ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കിട്ടാതെ അത് പോയി. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഡെലിവേർഡ് ആയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് ദൂരം. അപ്പോൾ അത് കൂത്തുപറമ്പ് വരെയൊക്കെ വന്നു, 8 ഡ്യുവൽ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി ബോയുടെ നമ്പറൊക്കെ കിട്ടിയതേ ഇല്ല. ഔട്ട് ഫോർ ഡെലിവറി ആയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. കൂത്തുപറമ്പ് ആ ടൈമുകളൊക്കെ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുമ്പം വരെ എൻ്റെ ഒരു നാർസോ 10 ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത നാർസോ 10 അത് ഡെലിവേർഡ് ആകാതെ അവിടെ കൂത്തുപറമ്പ് കൊറിയർ ഓഫീസിൽ നിൽക്കുവാണ്. കൊറോണ ആയതുകൊണ്ടാണ്, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം നമ്മുടെ മൈക്രോമാക്സ് കമ്പനിക്കാർക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ PUBG കളിക്കുന്നുണ്ട് ഈ ഒരു മൊബൈലിൽ. ഇപ്പോൾ ഇല്ല കേട്ടോ, നിരോധിച്ചതിന് ശേഷം കളിക്കുന്നില്ല. അങ്ങനെ കുറേ ഗെയിമുകളും നമ്മുടെ യൂട്യൂബും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മൊബൈൽ എങ്ങനെ താങ്ങുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് മൊബൈൽ തന്നെ പറയാം നമുക്ക്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കയ്യിൽ കിട്ടിയെന്നൊക്കെ ചോദിച്ചു, 8 ഡ്യുവൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു, ഒന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കാര്യം അങ്ങനെയായി. ഞാൻ ഈ ഒരു പുള്ളിക്കാരനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ വാട്സപ്പിൽ അയച്ച ഓഡിയോയും വിളിച്ചപ്പോഴുള്ള കോൾ റെക്കോർഡൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാനിന്ന് പ്രയാഗെന്ന് പേരുകൊണ്ട് ഓർഡർ എടുത്ത് എൻ്റെ സാറ്റിലേക്ക് ഇട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ സാധനം കിട്ടി, ഞാൻ സ്കാൻ ചെയ്ത് തരാൻ പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കുക, സ്കാൻ ആവുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ പറഞ്ഞ് മറ്റേ സുപ്പീരിയർ ഓഫീസർ വരട്ടെന്ന് പറഞ്ഞു. ഓർ വന്നപ്പം ഓർ നോക്കി, ഓർ പറഞ്ഞു അവിടെ ഇത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, ഇതെന്താ വെച്ചാൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചെങ്ങായിൻ്റെ വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നമുക്ക് നോക്കാം, ഒന്നും കൂടി ഇതാക്കാം, നാളത്തേലൊന്നും കൂടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനെ ഡെയിലി വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കൊറിയർ ഓഫീസർ സുപ്പീരിയർ ഓഫീസറൊക്കെ ആയിട്ട് ഞാൻ ആ പുള്ളിക്കാരൻ്റെ നല്ല കമ്പനിയായി. അപ്പോൾ എനിക്കൊരു വീഡിയോ എൻ്റെ കണ്ടൻ്റ് ആയില്ലേ, നിങ്ങൾക്കത് തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു ഡ്യൂക്ക് റൈഡറാണ്, ഒരു റൈഡറാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡെലിവറി ബോയ്ക്കൊക്കെ ഞാൻ ഡ്യൂക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ ഡ്യൂക്ക് RC അങ്ങനെ ബൈക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഡ്യൂക്ക് 125 ആയിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അന്നേ ദിവസം ആ പെൻഡ്രൈവ് വാങ്ങിയ ദിവസം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പുള്ളിക്കാരൻ്റെ വാട്സപ്പിലെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ഈ ഒരു ഡെലിവറി ബോയ് RCയുടെ ഇരുന്നിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇവൻ നമ്മുടെ ആളാണോ എന്നൊരു സംശയം തോന്നി ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വണ്ടി എടുത്തിട്ട് പോയിട്ടാണ് അത് എടുത്തത്. കാരണം എൻ്റെ വീടിന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊന്നും അവൻ അറിയില്ല എന്ന് പറഞ്ഞു. അവൻ ഫസ്റ്റ് ടൈം ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ റൂട്ടിലേക്ക് കൂടിയാണ്, കുറച്ച് മെയിൻ റോഡും കഴിഞ്ഞ് കുറച്ച് ഉള്ളോട്ടേക്ക് വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ വരെ പോയിട്ട് എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചോദിച്ചു. എടാ, ഈ ഡ്യൂക്കൊക്കെ എടുത്തിട്ട് നീ പോകുമ്പോൾ ആരും നിന്നെ ട്രോളാറൊക്കെ ഇല്ലേ, ഈ ഡ്യൂക്കൊക്കെ എടുത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടി എടുത്തിട്ട് അതിൻ്റെ അടവടക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ ഒരു ഡ്യൂക്ക് ഓടിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു, എടുത്തിട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൊറോണയല്ലേ, അപ്പോൾ വേറെ പണിക്കൊന്നും ഇപ്പം വലിയ പോകാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആയതുകൊണ്ട്
നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഡെലിവറി ബോയ്സ് ഒരു ലോക്ക്ഡൗണിൻ്റെയും കൊറോണേൻ്റെ ഒക്കെ സമയത്ത് ഡെലിവറിയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ. ആ ഒരു തൊഴിലിനെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഒരു പ്രശ്നത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ കൊറിയർ കമ്പനിയുടെ ഞായറാഴ്ച വരെ പോകണം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ കൊറിയർ കമ്പനികളുടെയും ഞായറാഴ്ചയും ഡെലിവറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ 360 ദിവസം ജോലിയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ, അപ്പോൾ അവൻ വണ്ടിയെടുത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ ഇങ്ങനെ മാസ്കൊക്കെ ഉണ്ട്. പൊതുവേ ഈ സാനിറ്റൈസറൊക്കെ തരുമായിരുന്നു. എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 200 രൂപയൊക്കെ ഇന്ന് സാനിറ്റൈസർ ഒന്നുമല്ല, ഫോണൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ വന്നു. അപ്പോൾ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അന്നേരം കത്തിയില്ല, ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് കത്തിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പേഴ്സണൽ നമ്പർ കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു എനിക്കൊരു വീഡിയോ ചെയ്യാനൊരു താല്പര്യമുണ്ട്, നമുക്ക് തമ്മിലിങ്ങനെ കണ്ടിട്ട് ഒരു ചെറിയൊരു സംസാരം പോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ കുറച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവനോടൊന്ന് ചോദിക്കാൻ വിചാരിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബൈക്ക്, അതായത് ഇപ്പോൾ ഡ്യൂക്കൊക്കെ അല്ല KTM ബൈക്കുകളൊക്കെ ഇഷ്ടമായിരിക്കും, നല്ല ഇഷ്ടമാണ്, എടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത, അതായത് പൈസയും കാര്യങ്ങളൊന്നും സെറ്റാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റു വണ്ടികളൊക്കെ എടുത്തവർ അവൻ അധ്വാനിച്ച പൈസയൊക്കെ സ്വന്തം പൈസയൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ എടുത്ത് പോകുമ്പം കണ്ടിട്ട് ഈ ഒരു അഹങ്കാരമൊക്കെ തോന്നിയിട്ടെന്നൊക്കെ പറയത്തില്ലേ, അവൻ വണ്ടി എടുത്തിട്ട് അവനിപ്പോൾ ഡെലിവറി ചെയ്ത് നടക്കുകയാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അപ്പം പറഞ്ഞു അവൻ പറയുന്നവരൊക്കെ പറയട്ടെ. ഇപ്പം നമ്മുടെ വീട്ടിൽ അവർ വീട്ടിൽ ചോറ് തിന്നാൻ അരിയില്ല, അല്ലെങ്കിൽ പട്ടിണിയാന്ന് പറഞ്ഞാലും നമുക്ക് കൊണ്ടുത്തരൊന്നുമില്ലല്ലോ. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ലൊരിത് തോന്നി. കാരണം അവൻ അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ശരിയാണ്, ഡ്യൂക്ക് എടുത്തിട്ട് ഡെലിവറി പോയെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാനുള്ളത്? പിന്നെ നമ്മളിപ്പോഴും ഒരു ഡെലിവറിയുടെ പോയിടാന്ന് വെച്ചാൽ വലിയൊരു ഭാണ്ഡപ്പെട്ടി പോലത്തെ ഒരു ബാഗൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ബൈക്കെന്ന് വെച്ചാൽ പുറകിൽ വെക്കണം, അല്ല ബൈക്കിൽ പോകുന്നവരുണ്ട്. പിന്നെ ഡ്യൂക്കിലെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അവരെന്തേലുമൊക്കെ പറയുകയെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാനും കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ കോൾ റെക്കോർഡും ഒന്നും ചെയ്യില്ല, എല്ലാം എനിക്കിങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്യാനില്ല. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറയേണ്ടതല്ല, കാരണം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അവൻ്റെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഇതാക്കണ്ടല്ലോ. കാരണം എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവൻ നല്ല തിരക്കിലാണ്. അപ്പോൾ അവനെ അതുപോലെ ഒരു ടൈം കിട്ടേണ്ട അവസ്ഥ അവനില്ല. അവൻ 8 മണിക്കൊക്കെയാണ് വീട്ടിലൊക്കെ എത്തിയത്. 8 മണി 9 മണിയൊക്കെ ആവും. രാവിലെ നേരത്തെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. എന്നിട്ട് അതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ എനിക്ക് വന്ന ആമസോണിൽ നിന്ന് ഞാൻ മെയിലൊക്കെ അയച്ചു, ഈ പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ട്. അതിനിടയിൽ വേറൊരു പ്രശ്നം ഉണ്ടായി. ഈ ഓർഡർ ചെയ്ത പോലെ എന്നെപ്പോലത്തെ കുറേ പേരുണ്ടായിരുന്നു, അവർക്ക് ഈ റീഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പേടിയായി. 200 റുപ്യ വെച്ചാൽ എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ കുറച്ച് എന്താ പറയുക, പൈസയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഇച്ഛയാണ്. അപ്പോൾ എനിക്കത് 200 അല്ല 250 രൂപ. അപ്പോൾ ഞാനങ്ങനെ അടുത്തെന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി എനിക്ക് കുറച്ചും കൂടി വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാലോ, അല്ലെങ്കിൽ പുതിയൊരു ഫോണൊക്കെ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് കുറച്ചും പൈസയൊക്കെ കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതൊന്ന് വാങ്ങി സെറ്റാക്കുന്നത്. കാരണം എനിക്കിപ്പോൾ എനിക്കിപ്പോൾ അൺബോക്സ് ചെയ്യാനോ അല്ല റിവ്യൂ ചെയ്യാനൊന്നും ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഒരു ഡ്യൂക്ക് ബൈക്ക് പോലും ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടോ ആണ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം എനിക്ക് ഗോപ്രോയോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഹെൽമെറ്റിൽ സെലോട്ടേപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായൊരിതുണ്ട്. കാരണം ഹെൽമെറ്റ് സേഫ്റ്റിക്ക് വെക്കുന്നത്. ഗോപ്രോ ആകുമ്പോൾ നമുക്ക് വെക്കുമ്പോൾ വെച്ച ഒരു ഫീൽ തന്നെ നമുക്ക് തോന്നില്ല. പിന്നെ ഫോണൊക്കെ വെച്ചിട്ട് ആകെയുള്ള ഒരു ഫോണാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഒരു ഫോണാണ്. ഇത് എല്ലാം തന്നെ വീണ് മൊത്തം പൊട്ടി, എന്താ പറയുക, ആകെ എല്ലാം പണിയായിട്ടാണ്. ഇനിയിപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഞാനും വീണ് ഫോണും വീണ് പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ സെലോട്ടേപ്പ് പൊട്ടിക്കാനൊരു ഹെൽമെറ്റ് പോലും ഇല്ല. അതൊക്കെ വാങ്ങണം. ഈ ഒരു KTMൻ്റെ ഹെൽമെറ്റൊക്കെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. KTMൻ്റെ ഹെൽമെറ്റ് പവർ വെയറിന് ഹെൽമെറ്റൊക്കെ എടുക്കണം എന്നുണ്ട്.
അപ്പോൾ ഹെൽമെറ്റും ഗ്ലൗവും ഒക്കെ ഇട്ട് നമുക്ക് വീഡിയോ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ അത് റിട്ടേൺ ടു സെല്ലറായി. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ള റീഫണ്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്ത മറ്റുള്ളവരും ഏകദേശം ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനന്ന് ഫീഡ്ബാക്കൊന്നും നോക്കിയില്ല, ലൈറ്റ് ഡീലായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം നല്ലൊരു കമ്പനിയൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറച്ച് നല്ലൊരു ബ്രാൻഡാണ്. കുറേ പേരൊക്കെ ബാക്കിയുള്ളതിനൊക്കെ ഫീഡ്ബാക്കൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്കൊന്നും ഞാൻ നോക്കിയില്ല. 6 മണിക്കൊക്കെ എഴുന്നേച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേച്ചിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് ഇപ്പോൾ റിട്ടേണിങ് ടു സെല്ലറായി. അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് അത് നോക്കി. അപ്പോൾ ഫീഡ്ബാക്ക് നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയുമ്പോൾ അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫീഡ്ബാക്കിൽ നോക്കുമ്പോൾ അതിൽ ഒരുത്തനല്ല, ഒരു 2-3 പേര് കൊടുത്തിട്ടുണ്ട് എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നല്ല ഒരു രോഷാകുലരായിട്ടൊക്കെ കുറച്ച് നല്ല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് തരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൈസ കിട്ടിയില്ല, സാധനവും കിട്ടിയില്ല. കുറേ പേർക്കൊക്കെ ഡെലിവേർഡ് ആയി കഴിഞ്ഞിട്ട് കിട്ടിയത് വേറെ ഏതോ കമ്പനിയുടെ ഒക്കെ ആ ഒരു കളറ് പോലും ഇല്ല. ആ ഒരു മോഡലേ അല്ലാത്ത ഒരു 2 ദിവസം നമുക്ക് ചെറിയൊരു സൗണ്ടിലൊക്കെ പാട്ട് കേൾക്കാൻ വേണ്ടി പിറ്റേ ദിവസം വർക്കൗട്ട് ആകാത്തൊക്കെ സാധനമൊക്കെയാണ് കിട്ടിയത്. അപ്പം ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ആമസോൺ. അപ്പം ഞാൻ അവനോടും ചോദിച്ചത് ഇങ്ങനെ പറ്റിപ്പോയത്, ആമസോണിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല കാര്യങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞത് അത് അവരുടെ മിസ്റ്റേക്കാണ്, ആ അയച്ചു തന്ന ആ ഒരു കമ്പനിയുടെ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഇപ്പോൾ ആമസോണിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾക്കിപ്പം COD ഒക്കെ കിട്ടാത്ത സമയത്ത് നമുക്കിപ്പം ഇതുപോലെ COD ഒക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് ആഗ്രഹിച്ച ഒരു പുതിയ ഫോണൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 10,000 രൂപയുടെ മൊബൈൽ, 20,000 എടുക്കത്തില്ല, 10,000 രൂപയുടെ മൊബൈലൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല, ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ വെച്ച് അങ്ങനെ 10,000 20,000 രൂപയുടെ ഒക്കെ മൊബൈൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ COD ഇല്ലാണ്ട് ഞാൻ അപ്പോഴത്തെ ആവേശത്ത് കയറിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റീഫണ്ട് കിട്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിലോ 250 പിന്നെ നമുക്ക് അതും ഒരു പൈസ തന്നെയാണ്. പക്ഷേ ഇതും കിട്ടാതിരിക്കുമ്പോൾ ഒരു 20, 10, 16, 20,000 ഒക്കെ ആണെങ്കിൽ ഇതുപോലെ റീഫണ്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? മെയിലും കാര്യങ്ങളും അയച്ച് ആകെ ഫുള്ള് പുകയായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ PK ടെക് എന്ന് പറയുന്ന ഒരു ടെക് ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൻ്റെ പുതിയൊരു ഇൻ്റർഫേസ് മാറിയത്. അതിൽ e-commerce നല്ല രീതിയിലൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റീഫണ്ട് വന്നാൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് റീഫണ്ട് എങ്ങനെ കിട്ടും എന്നൊക്കെ കുറിച്ചിട്ട് ഞാൻ റീഫണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ PK ടെക് എന്ന് പറയുന്ന ആ ചാനലിൽ വിശദമായിട്ട് റീഫണ്ട് കിട്ടുക ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് എന്തൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ ആ ഓഫീസ് നമ്മുടെ കൊറിയർ ഓഫീസ് നമ്പർ എങ്ങനെ കിട്ടും, ഡെലിവറി ബോയുടെ നമ്പർ പേഴ്സണൽ നമ്പർ തന്നില്ലെങ്കിലും നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊക്കെ വിശദമായിട്ട് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞാൽ ഒരു ഗിവ് അവേ നടത്തണമെന്നുണ്ട്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് ഒരു KTM ടീഷർട്ട് ഇട്ടിട്ട് KTMൻ്റെ ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം. ഒരു ഡ്യൂക്ക് സീരീസിലെ ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ ഒരു KTMൻ്റെ പവർ വെയറിൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാനൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ ചിലപ്പോൾ പവർ വെയറിന് ഒരു ടീഷർട്ടെങ്കിലും ഞാനൊരു ഗിവ് അവേ നടത്തും. കാരണം എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞാൽ ഞാൻ ഷോറൂമിൽ തന്നെ പോയിട്ട് ഒരു ടീഷർട്ട് എടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ആ ടൈമിലായിരിക്കും ചിലപ്പോൾ എനിക്ക് റോക്ക് ബാരിക്കോസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഞാനൊരു ക്യാപ്പും ടീഷർട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചിലപ്പോൾ ആ സമയത്ത് കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാപ്പോ ടീഷർട്ടോ അല്ലെങ്കിൽ KTMൻ്റെ കീ ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ ഗിവ് അവേ ആയിട്ട് തരാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ ഒരു ബിഗിനർ യൂട്യൂബറിന് അതൊരു ഫസ്റ്റ് കട്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഒരു പുതിയൊരിത് എനിക്ക് ഇനേബിളായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ പറഞ്ഞധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. PK ടെക്കിൽ ആ വീഡിയോ കാര്യങ്ങൾ വിശദമായി എടുത്ത് അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് PK ടെക് എന്ന് പറയുന്ന ചാനലിലേക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ PK ടെക് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ടെക്ക് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്യൂക്ക് റൈഡർ എന്ന് പറഞ്ഞ ചാനലിൽ ഞാനിതുവരെ ബൈക്കിൻ്റെ റിവ്യൂ എന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു വണ്ടി മുമ്പിൽ വെച്ചിട്ട് റിവ്യൂവും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയേറെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോ പറയുന്നില്ല. അപ്പോൾ തുടർന്നും നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് 100 സബ്സ്ക്രൈബേഴ്സായിട്ട് ആ ഗീവ് അവേയും അന്നത്തെ ആ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് 1K സെലിബ്രേഷനും ഒക്കെ നമുക്ക് നടത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളുന്നൊരു വീണ്ടും വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.